ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ബാറ്റിങ്ങിൽ ബാലൻസിൻ്റെ റോളിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാറ്റിങ്ങിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ് ബാലൻസ്. ഉദാഹരണത്തിന് നമ്മളൊരു ബൈക്ക് ഓടിച്ച് പോവുകയാണ്. ബൈക്ക് ഓടിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ വീഴുമ്പോൾ നമ്മുടെ ഹെഡ് ഇങ്ങോട്ടാണ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി അങ്ങോട്ട് തന്നെ വീഴും. അപ്പോൾ അതുപോലെ ബാറ്റിങ്ങിൽ ബാലൻസിൻ്റെ റോള് അതുപോലെ തന്നെ ഹെഡ് പൊസിഷനാണ് ബാലൻസിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു കവർ ഡ്രൈവ് അടിക്കണമെങ്കിൽ നമ്മുടെ ഹെഡ് പൊസിഷൻ ഷുഡ് ഗോ ദെയർ. അതായത് ഞാൻ കവേഴ്സിലേക്കാണ് പോകണമെങ്കിൽ ലീൻ വിത്ത് ഹെഡ് ആൻഡ് ഷോൾഡർ, നമ്മൾ കവേഴ്സിലേക്ക് പൊസിഷനിലേക്ക് പോവുക, ദെൻ ഫീറ്റ്. ഇപ്പോൾ ഈ പൊസിഷനിൽ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ അണ്ടർ ദ ഹെഡിന് താഴെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ബാലൻസ് കിട്ടുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. ഒരു കവർ ഡ്രൈവ് അടിക്കുമ്പോഴത്തേക്കും നമ്മൾ ഹെഡ് പൊസിഷൻ അങ്ങോട്ടാണ് പോകണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഹെഡ് പൊസിഷൻ എങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ട് നമ്മൾ ഫോളോ ചെയ്യും. അപ്പോൾ ഹെഡ് പൊസിഷന് വളരെ ഇമ്പോർട്ടൻ്റ് റോളാണ് ക്രിക്കറ്റിൽ. ബാറ്റിങ്ങിലായിക്കോട്ടെ, ബോളിങ്ങിലായിക്കോട്ടെ, ഫീൽഡിങ്ങിലായിക്കോട്ടെ. ഉദാഹരണത്തിന് നമ്മളൊരു ബാറ്റിങ്ങിൽ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഡ്രൈവ് അടിക്കുമ്പോൾ നമ്മുടെ ഹെഡ് ഫോർവേഡായിട്ട് പോകുന്നു. കണ്ടമാനം ഫോർവേഡായിട്ട് മീറ്റ് ചെയ്യുന്നത് കുറച്ച് ഹെഡിന് വളരെ മുമ്പിലാണ് എങ്കിൽ നമ്മളുടെ ബാലൻസ് ഫ്രണ്ടിലേക്ക് പോയിട്ട് നമ്മൾ ഫോളോ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ഒരു ക്രിക്കറ്റ് ബോളിൽ ഒരു ത്രോ ആയിരിക്കും, നമ്മൾ ഓവറാം ത്രോ എറിയുമ്പോൾ പൊസിഷൻ നോക്കുക. പൊസിഷൻ നമ്മുടെ ഹെഡ് പൊസിഷൻ ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ത്രോ പ്രോപ്പർ ഇന്ത്യൻ്റെ ഏരിയയിലേക്ക് പോകില്ല. അപ്പോൾ ഹെഡ് പൊസിഷന് ക്രിക്കറ്റിൽ വളരെ വലിയ റോളാണ് ഉള്ളത്. നമ്മളുടെ ബാറ്റിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഡ്രിൽസിലൂടെ നമുക്ക് ഈ ബാറ്റിങ്ങിലെ ബാലൻസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം.